നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ കോൺടാക്റ്റിൽ പല വ്യക്തികളുണ്ടാവും. ഓരോ വ്യക്തികളെയും നമുക്ക് പ്രത്യേകം വേർതിരിച്ച് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ്, അതായത് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള വ്യക്തികളെ നമുക്ക് പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് റിംഗ് ട്യൂണുകളും അവരുടെ ഫോട്ടോസുകളും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക ഉള്ള കോളുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികളെ മനസ്സിലാകുന്ന രീതിയിൽ അവരെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുകയാണ്. നമ്മളൊക്കെ ഇത് നമ്മുടെ കോൺടാക്റ്റിലുണ്ടെങ്കിലും ആരും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല, ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ജസ്റ്റ് നമ്പർ എടുക്കുക, കോൾ ചെയ്യുന്നത് മാത്രമേ അറിയുള്ളൂ. പക്ഷേ നമുക്ക് വളരെ ഈസി ആയിട്ട് അയാളെ കോൺടാക്റ്റ് ചെയ്യാനും അയാളെ കൂടുതൽ എളുപ്പത്തിൽ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ, അത് വാട്സപ്പിലാണെങ്കിലും നിങ്ങളുടെ നോർമൽ കോളിലാണെങ്കിലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അതിനുവേണ്ടി കോൺടാക്ട്സ് എടുക്കുകയാണ്. കോൺടാക്ട്സ് എന്നുള്ള ആപ്പ് ഇവിടെ കാണാൻ സാധിക്കും. കോൺടാക്റ്റുകൾ സേവ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്റ്റുകൾ കണ്ടെത്തി മെർജ് ചെയ്യാനും ആവശ്യമില്ലാത്ത കോൺടാക്റ്റുകൾ വളരെ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരുപാട് ഫീച്ചറുകളുള്ള ഗൂഗിളിൻ്റെ കോൺടാക്ട്സ് ആപ്പിനെ കുറിച്ച് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോവുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക. ഇത് ഗൂഗിളിൻ്റെ കോൺടാക്ട്സ് എന്നുള്ള ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ആപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ആപ്പ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കോൺടാക്ട്സ് എന്നുള്ള കാണാൻ സാധിക്കും. നമ്മുടെ കോൺടാക്റ്റുള്ള മുഴുവൻ വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുന്നത് നേരെ താഴെ ഭാഗത്തേക്ക് നോക്കുക. കുറച്ച് താഴോട്ട് വന്ന് ഇവിടെ കാണാൻ കണക്റ്റഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കോൺടാക്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഒരു സുഹൃത്തിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഏതൊക്കെ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വളരെ ഈസിയായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഇയാൾ ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, നോർമൽ വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊരു വ്യക്തിയെയും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ ഏതൊക്കെ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഈസിയായിട്ട് അയാളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്. നിങ്ങൾ ആ കോൺടാക്റ്റിലെ വ്യക്തി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടെലഗ്രാമിൽ ഭാഗത്തുള്ള താഴെ ആരോമാർ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാനും വീഡിയോ കോളും നോർമൽ കോളും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വാട്സപ്പിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വീഡിയോ കോളും വോയിസ് കോളും ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. ഇനി വാട്സപ്പ് ബിസിനസ് ആണെങ്കിലും വാട്സപ്പ് നോർമൽ ആണെങ്കിലും അയാളെ കോൺടാക്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫീച്ചർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നമ്മൾ കോൺടാക്റ്റിൽ ഏതൊരു വ്യക്തി നമ്മൾ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്നാൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള വ്യക്തി അയാളുടെ ഫോട്ടോ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ട്രൈ ആഡിങ് എ കോൾ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീൻ കാണിക്കും. ഇവിടെ താഴെ ക്യാമറ ഓപ്ഷൻ ഉണ്ട്, ഗാലറി ഓപ്ഷൻ ഉണ്ട്, ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട്. ക്യാമറ നിന്ന് ഡയറക്റ്റ് ഫോട്ടോ എടുത്ത അയാളുടെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗാലറിയിൽ അയാളുടെ ഫോട്ടോ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഗാലറിയിൽ അയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് അയാൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഗൂഗിൾ ഫോട്ടോസിലുണ്ടെങ്കിൽ അതും സെലക്ട് ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ അയാൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കോൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഫോട്ടോ ആയിരിക്കും സ്ക്രീനിൽ കാണാൻ സാധിക്കുക. ഇതാണ് ഈ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ സെറ്റ് കോളിംഗ് സിം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ 2 സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നമ്മൾ മറ്റൊരു സിം കാർഡിൽ നിന്നും ചില വ്യക്തികൾക്ക് നമ്മുടെ രണ്ടാമത്തെ സിം കാർഡിൽ നിന്നും കോൾ ചെയ്യാറുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചില വ്യക്തികൾക്ക് ഒരേ നമ്പറിൽ നിന്ന് മാത്രം കോൾ ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് താഴെ സെറ്റ് കോളിംഗ് സിം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ സിം 1 സിം 2 എന്ന് കാണാൻ സാധിക്കും. ഇതിലേത് സിം കാർഡാണോ നിങ്ങൾക്ക് വേണ്ടത്, അയാൾ സ്ഥിരമായി കോൾ ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അയാളുടെ നമ്പർ ഏത് സമയത്തെടുത്ത് ജസ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത സിം കാർഡ് ഏതാണോ അതിൽ നിന്ന് മാത്രമേ കോൾ പോവുകയുള്ളൂ. അതുപോലെ താഴെ ഭാഗത്തേക്ക് എന്നാൽ കോൺടാക്റ്റ് റിംഗ് ട്യൂൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഓരോ വ്യക്തികൾക്കും പ്രത്യേകം റിംഗ് ട്യൂണുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുന്ന ആളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ഥിരമായി വിളിക്കുന്ന ഒരാളെ നിങ്ങളൊരു പ്രത്യേക റിംഗ് ട്യൂൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിംഗ് ട്യൂൺ നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് കേട്ടാലും നിങ്ങൾക്കറിയാൻ സാധിക്കും അയാളുടെ ഫോണാണ് അടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികൾക്ക് റിംഗ് ട്യൂൺ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആദ്യം കാണുന്ന സെറ്റിംഗ് സൗണ്ട് വൈബ്രേഷൻ ആണ്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ ക്ലാസിക് തീം എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ക്ലാസിക് തീമായിട്ടുള്ള ചില ട്യൂണുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ട്യൂണുകൾ വേണമെങ്കിൽ അതും ഇവിടുത്തെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈൽ കമ്പനി തന്നെ തരുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഓൺ ദിസ് ഡിവൈസ് എന്നാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഗാലറിയിൽ അല്ലെങ്കിൽ മ്യൂസിക് ഭാഗത്തുള്ള MP3 നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെറ്റിങ്സ് ഇതിനകത്തുള്ളത് ഇവിടെ ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഓരോ വ്യക്തികളെ പ്രത്യേകം നമ്മൾ സ്ഥിരമായി കോൾ ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് പ്രത്യേകം നമ്മുടെ ഫോണിലേക്ക് മാറ്റി വെക്കാനാണ്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണിക്കൊരു പോപ്പപ്പ്. ഇവിടെ താഴെ ആഡ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫോൺ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ക്രീനിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്ക്രീനിൽ ആ വ്യക്തി ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആ വ്യക്തി. ഞാൻ നമ്മൾ ഒഴിഞ്ഞ ഭാഗത്തേക്ക് വെച്ച് കാണിച്ചു തരാം. ഇതാണ് വ്യക്തി. അപ്പോൾ നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെറുതാക്കാൻ സാധിക്കും, ചെറിയ മോഡലൊക്കെ ആക്കി വെക്കാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയെ സ്ഥിരമായി കോൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ സമയം നിങ്ങളുടെ ഡയലർ എടുത്ത് കോൺടാക്റ്റ് നമ്പർ തിരഞ്ഞ് നടക്കേണ്ട, ദാ ഇവിടെ ഇതുപോലെ നിങ്ങളുടെ സ്ക്രീനിൽ ഇവിടെ വെച്ച് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് നേരെ ആളുടെ കോൺടാക്റ്റിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഇവിടെ കാണുന്ന ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ പോകും. അതുപോലെ തന്നെ മെസ്സേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോർമൽ മെസ്സേജിലേക്ക് പോകാൻ സാധിക്കും. ഇനി അയാളെ വാട്സപ്പിലാണ് ചാറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അയാളുടെ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വാട്സപ്പിൻ്റെ ചിഹ്നം കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുമായിട്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കോൺടാക്റ്റ് നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ ആ കോൺടാക്റ്റിൽ എന്തൊക്കെ ടിപ്സുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാമെന്ന് വീഡിയോ പരിശോധിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.